വഅൻ യുവത്തിന അർറജുലു മഖാമഹു ഫിസ്സലാത്തി കമാ യുവത്തിനുൽ ബഈർ. ഒട്ടകങ്ങൾ അവകൾക്ക് കിടക്കാൻ അല്ലെങ്കിൽ വിശ്രമിക്കാൻ വേണ്ടി അവ സ്ഥിരമായി ഒരു സ്ഥലം സ്വീകരിക്കുന്നത് പോലെ നിസ്കരിക്കാൻ വരുമ്പോൾ, ഫർദ് നിസ്കരിക്കാൻ വരുമ്പോൾ അതിന് പ്രത്യേകമായി ഒരു സ്ഥലം സ്വീകരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചതാണ്. ഇത് ഫർദ് നിസ്കാരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുള്ളത്. അതിന് പണ്ഡിതന്മാർ പറഞ്ഞ കാരണങ്ങളും കാണാൻ പറ്റും. ഒരാൾ എപ്പോഴും ഫർദ് നിസ്കാരത്തിന് വരികയും അങ്ങനെ ഇമാമിന്റെ നേരെ പിറകിൽ അല്ലെങ്കിൽ ഒരേ സ്ഥലം ഇങ്ങനെ പതിവായി അവൻ എടുക്കുമ്പോൾ, സ്വീകരിക്കുമ്പോൾ അതൊരു ആദത്തായി പതിവായി മാറുകയും അങ്ങനെ ഇബാദത്ത് കൊണ്ട് ലഭിക്കുന്ന ആ ആസ്വാദനവും മാധുര്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. രണ്ടാമത് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ റിയാ ആണ്, ശുഹ്റത്താണ്. അതായത് എന്നും ഇമാമിന്റെ നേരെ ബേക്കിൽ ഒരാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നും വന്ന് നിൽക്കുകയാണ്. അപ്പൊ ആളുകൾ പറയാൻ തുടങ്ങും അത് അവന്റെ സ്ഥലമാണ്, അത് ഇന്നവന്റെ സ്ഥലമാണ്. അങ്ങനെ പറഞ്ഞ് റിയാ വരാനും വലിയൊരു കാരണമാകും. അവൻ നേരെ ഇമാമിന്റെ പിറകിൽ നിൽക്കുന്നവനാണ്, അല്ലെങ്കിൽ വലത്തെ വശത്ത് ഇടത്തെ വശത്ത്, അങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങും. അങ്ങനെ റിയാഇനെ ഭയന്നത് കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതേപോലെ തന്നെ മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരാൾ അങ്ങനെ വന്ന് ചില ആളുകൾ അതിനു വേണ്ടി ആ സ്ഥലത്തിന് വേണ്ടി തിരക്കി ചിലപ്പോൾ മറ്റുള്ളവനെ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ തള്ളി ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആളുകളുണ്ട്. അത് ശരിയല്ല. മറ്റുള്ളവനും ആ സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അപ്പൊ അത് മറ്റുള്ളവന്റെ സ്ഥലം കൂടി അവകാശപ്പെടുന്ന, എല്ലാവർക്കും അവകാശപ്പെട്ട ആ സ്ഥലത്ത് പോയി തനിക്ക് മാത്രം പറ്റൂ എന്ന നിലയ്ക്ക് അതിനെ തടയുന്നൊരവസ്ഥ കൂടി അതിലുണ്ടാകും. അതുകൊണ്ട് അത് ഒഴിവാക്കണം. ഒരേ സ്ഥലത്ത് ഫർദ് നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതന്നെ പള്ളിയിൽ, വീട്ടിലാകുമ്പോൾ പ്രശ്നമില്ല, സുന്നത്തിനാകുമ്പോഴും പ്രശ്നമില്ല. ഫർദ് നിസ്കാരത്തിന് വരുമ്പോൾ ഒരേ സ്ഥലം സ്വീകരിക്കുന്നത് ഒഴിവാക്കണം. അത് നമുക്ക് നിസ്കാരത്തിൽ ഒരു ഖുശൂ ഉണ്ടാവാൻ, ഭയഭക്തി ഉണ്ടാവാനും നല്ല ആസ്വാദനത്തോടു കൂടി ആ നിസ്കാരമെന്ന ഇബാദത്ത് നിർവഹിക്കാനും നമുക്ക് സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കൂട്ടുവായ.